15 വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന സാമാന്യ ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഋതുമതിയായ മുസ്ലിം പെൺകുട്ടിക്ക് ഇത്തരം വിവാഹത്തിന് അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വിചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്തരവ് പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നതിനെതിരെ 2012 ഭാരത പാർലമെന്റ് പോക്സോ നിയമം പാസാക്കിയിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി നിലനിൽക്കുന്ന ഈ നിയമത്തെയും ഇപ്പോഴത്തെ വിധിയിലൂടെ സുപ്രീം കോടതി നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ്. പെൺകുട്ടി മൈനറായതിനാൽ ലൈംഗിക വീഴ്ചയ്ക്ക് അനുമതി കൊടുക്കാനുള്ള പ്രാപ്തിയില്ല എന്നതിനാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായുള്ള ലൈംഗിക ബന്ധം പോക്സോ നിയമത്തിൽ ക്രിമിനൽ കുറ്റമാണ്. ഇത്തരം കേസുകളിൽ ഇരയുടെ സമ്മതമുണ്ടെങ്കിൽ പോലും ഗൗരവമുള്ള കുറ്റകൃത്യമാണിത്. ഇതൊക്കെ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി എന്തുകൊണ്ടാണ് കാണാതെ പോയതെന്ന് മനസ്സിലാകുന്നില്ല. രാജ്യത്തെ നിയമം അനുസരിച്ച് 18 കഴിയാത്ത പെൺകുട്ടിക്ക് നിയമപരമായി വിവാഹിതയാകാൻ കഴിയില്ലെന്നിരിക്കെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മാത്ര പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നമെങ്കിലും കണക്കിലെടുക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ആവശ്യവും കോടതി തള്ളിയിരിക്കുന്നു. ഇതിൽ നിയമപ്രശ്നമൊന്നുമില്ല എന്നും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കേസിന്റെ കാര്യത്തിൽ കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്ക് പുറമെ ഡൽഹി ഹൈക്കോടതിയുടെയും വിധിക്കെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ അപ്പീൽ നൽകിയത്. ബലാത്സംഗമാണ് നടന്നതെങ്കിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായി എന്നത് പോക്സോ കുറ്റം ഒഴിവാക്കാനുള്ള കാരണമല്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പോലും സുപ്രീം കോടതി വിധി കണക്കിലെടുത്തതായി തോന്നുന്നില്ല. ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണോ എന്നൊക്കെ സുപ്രീം കോടതി വിധിയിൽ ചോദിച്ചിരിക്കുന്നത് നിരുത്തരവാദപരമാണെന്ന് പറയാതെ വയ്യ. മാനസികമായി പക്വത വരാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ തീരുമാനിക്കുന്നത്? പ്രായപൂർത്തി എന്നത് ശാരീരികമായി മാത്രം നിർണ്ണയിക്കാവുന്ന ഒന്നല്ലെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിലേക്കൊന്നും കോടതിയുടെ കണ്ണുകൾ പോയിട്ടില്ലെന്നുണ്ടോ? എങ്കിൽ അത് വലിയ പാളിച്ച തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന തത്വത്തിനെതിരെയാണ് പ്രായപൂർത്തിയാവാത്ത മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാമെന്ന സുപ്രീം കോടതി വിധി. ഇത് അങ്ങേയറ്റം വിവേചനപരമാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് പെൺകുട്ടികൾ നിയമപരമായി പ്രായപൂർത്തിയാവുന്നത് 18 വയസ്സിലും ആൺകുട്ടികൾ 21 വയസ്സിലുമാണ്. മതത്തിന്റെ പേരിൽ വേർതിരിവ് കൊണ്ടുവരുന്നത് ഒട്ടും അഭിലഷണീയമല്ല. അങ്ങനെ ചെയ്താൽ രാജ്യത്തെ നിയമത്തിനുമേൽ മത നിയമത്തിന്റെ കരുനിഴൽ വീഴ്ത്തുകയായിരിക്കും. മുസ്ലിം പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ കോടതി വിധിയോടെ അംഗീകരിക്കപ്പെടുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ വിവാഹത്തിന് നിയമപരമായി അനുമതി നൽകിയാൽ അത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ലൈംഗിക പീഡനവും ചൂഷണവും വ്യാപകമാക്കും. ജനസംഖ്യാപരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്കും ഇത് വഴിയൊരുക്കും. മതേതരത്വത്തിന്റെയും വനിതാ വിമോചനത്തിന്റെയും ഒക്കെ വക്താക്കൾ ഇപ്പോഴത്തെ കോടതി വിധി കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. അവരുടെ കാപട്യം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. മതമൗലികവാദികളെ ഭയന്നാണ് ഇവർ പ്രതികരിക്കാത്തത്. വർഗീയ വോട്ട് ബാങ്കിന്റെ ആനുകൂല്യവും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മിണ്ടുന്നില്ല. പല കാരണങ്ങളാൽ ഇപ്പോഴത്തെ വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ബാധകമായ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സാഹചര്യം നമ്മെ വിരൽ ചൂണ്ടുന്നത്.